നമസ്കാരം. ഓസ്ട്രേലിയയിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. ഇന്ത്യയിലും വേറെ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടുമിക്കാല ആളുകളുടെ ഒരു ഡ്രീമാണ് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത എല്ലാ ആളുകൾക്കും അറിയാം അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഡ്രീം കാണുന്നത് പോലെ ഒരു ദിവസത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് ആയിട്ടുള്ളൊരു ജേർണിയാണ് നമ്മൾ കടന്നു വരേണ്ടതുള്ളത്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സിറ്റിസൺ ആയിട്ടോ പെർമനന്റ് റെസിഡന്റ് ആയിട്ടോ ഒക്കെ സെറ്റിൽ ആയിരിക്കുന്ന ഓരോ ആളുകൾക്കും പറയാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള കുറേ സ്ട്രഗിൾസിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷൻ്റെയും പേഷ്യൻസിൻ്റെയും ഒക്കെ സ്റ്റോറികൾ പറയാൻ വേണ്ടിയിട്ട് കാണും. ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ, ചില ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാമായിരിക്കാം, ചില ആളുകൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണും, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻ കാണും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് പേഴ്സണലി ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഏതൊക്കെ വിസയിലായിരുന്നു, അല്ല എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ജേർണി എന്നൊക്കെ. നമ്മൾ 482 വിസയെ കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് കാണുകയും നല്ല ഒപ്പീനിയൻ പറയും, അവർക്ക് അതുകൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജേർണിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു 491 വിസ. കോവിഡ് സമയം മുതൽ ഇങ്ങോട്ട് ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലോട്ട് വരാനും ഇവിടെ സെറ്റിൽ ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു വിസയാണ് 491 വിസ. സോ ആ വിസയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2019 നവംബർ 16 ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു വിസയായിരുന്നു. ഏതാണ്ട് കോവിഡിന്റെ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഓസ്ട്രേലിയയിലോട്ട് വരാനും ഇവിടെ പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയ ഒരു വിസയാണ് 491. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളം ഫെയർ 82 എംപ്ലോയർ സ്പോൺസേഡ് വിസയിലാണ് നമ്മൾ നിന്നിരുന്നത്. അത് ന്യൂകാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ ആ 482 വിസയിൽ നിന്നിരുന്നത്. ആ റീജിയണൽ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ നെക്സ്റ്റ് 491 എന്ന് പറഞ്ഞൊരു വിസയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നിട്ട് ആ 491 വിസയിൽ നിന്നാണ് നമ്മളിപ്പോൾ പെർമനന്റ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 491 വിസ എന്താണ് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. മുന്നേ ഉണ്ടായിരുന്ന ഒരു 489 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിസേനെ റീപ്ലേസ് ചെയ്തിട്ട് വന്ന ഒരു വിസയാണ് 491. 491 വിസ എന്ന് പറയുന്നത് സ്കിൽഡ് വർക്കർ റീജിയണൽ പ്രൊവിഷണൽ വിസയാണ്. ഇതിനെ നമ്മൾ പാത്ത് വേ ടു PR എന്നാണ് പറയുന്നത്. അത് PRനോട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. പെർമനന്റ് റെസിഡൻസി കിട്ടാൻ എളുപ്പത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് എന്നാണ് ഈ 491 വിസേനെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണെന്ന് തന്നെ പറയാം. പേഴ്സണലി പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ചെറിയ എന്താ പറയണ്ടേ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. അപ്പം 491 വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റീജിയണൽ പ്രൊവിഷണൽ വിസയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്, നമ്മൾ റീജിയണൽ ഏരിയയിൽ, ഓസ്ട്രേലിയയിലെ റീജിയണൽ ഏരിയയിൽ നമ്മൾ റിസൈഡ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിസയാണ്. റീജിയണൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഉൾനാടുകളിലോട്ടൊക്കെ പോയി നമ്മൾ താമസിക്കേണ്ടി വരുമോ എന്ന്. അല്ല, ഓസ്ട്രേലിയയിൽ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെൻ ഈ 3 സിറ്റീസ് മാത്രമാണ് റീജിയണൽ ഏരിയ അല്ലാത്തതായിട്ട് ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും റീജിയണൽ ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഈ 3 മെയിൻ സിറ്റീസ് ഒഴികെയുള്ള ബാക്കി ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ലിവ് ചെയ്യുകയും ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വിസയാണ് ഈ 491 എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് മെയിനായിട്ടും ഈ ഒരു വിസ പ്രൊവൈഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വിസ ലോഞ്ച് ചെയ്തേക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീജിയണൽ ഏരിയയിലെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീജിയണൽ ഏരിയയിലെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സിറ്റി സൈഡിലോട്ടുള്ള പോപ്പുലേഷനെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിന്റെ പേരിലാണ് ഈ ഒരു വിസ ലോഞ്ച് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ വിസയിലോട്ട് നോമിനേഷൻ കിട്ടുകയും അതുവഴി റീജിയണൽ ഏരിയയിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു. മെയിനായിട്ടും ഈ ഒരു വിസ നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇയേഴ്സിലോട്ടുള്ള വിസയാണ് കിട്ടുന്നത്. അത് പറഞ്ഞു, ഇത് ഒരു പെർമനന്റ് റെസിഡൻസി അല്ല, പാത്ത് വേ ടു പെർമനന്റ് റെസിഡൻസി ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ലൈഫ് ലോങ് ഉള്ള ഒരു വിസയായിട്ടല്ല നമുക്ക് കിട്ടുന്നത്, 5 വർഷത്തേക്കുള്ള ഒരു വിസയാണ് നമുക്ക് കിട്ടുന്നത്. 5 വർഷത്തില് 3 വർഷം നമ്മൾ ഈ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന റീജിയണൽ ഏരിയയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ നമുക്ക്
പെർമനന്റ് റെസിഡൻസി ആയിട്ടുള്ള 191, ഇതാണ് ആ വിസയാണ് നമുക്ക് 491 നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പെർമനന്റ് റെസിഡൻസിയുടെ വിസയുടെ നമ്പറാണ് 191. 3 വർഷം കഴിയുമ്പോൾ ഈ 191 എന്ന് പറയുന്ന വിസ അപ്ലൈ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ഈ 491 വിസയ്ക്ക് 2 സ്ട്രീമുകളാണുള്ളത്. ഒന്ന് റീജിയണൽ സ്പോൺസർഷിപ്പ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ടെറിട്ടറി നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്ട്രീം. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു റിലേറ്റീവിന് നമ്മളെ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീമാണ് രണ്ടാമത്തേത്. ഈ 2 രീതിയിൽ, ഈ 2 വഴിയിൽ ഏത് വിധത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നമുക്കറിയാം ഓസ്ട്രേലിയൻ വിസകളെല്ലാം തന്നെ ഒരു പോയിന്റ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾക്ക് എലിജിബിൾ ആകാൻ വേണ്ടിയിട്ട് ഒരു മിനിമം റിക്വയർഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് കാണും. ആ പോയിന്റുകൾ നമ്മൾ മീറ്റ് ചെയ്യണം ഇൻ ഡിഫറെന്റ് ക്രൈറ്റീരിയാസിൽ കൂടെ. അതുപോലെ തന്നെ എത്രത്തോളം ഹയസ്റ്റ് പോയിന്റ്സ് നമ്മൾക്ക് ഉണ്ടോ അത്രത്തോളം നമുക്ക് ഈ വിസകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ 491 വിസ ലഭിക്കാൻ വേണ്ടിയിട്ട് ചില ക്രൈറ്റീരിയകൾ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഒരു 6 ക്രൈറ്റീരിയ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ക്രൈറ്റീരിയാസ് ഞാൻ മെൻഷൻ ചെയ്യാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് റിക്വയർമെന്റ് ആണ്. നമുക്കറിയാം ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ട ഒരു ഏജ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 18 to 45 ഇയേഴ്സ് ആണ്. അതിനകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ഏജ് ആയിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറയുന്നത് 23 to 35 ഇയേഴ്സ് ആണ്. എത്ര വയസ്സുണ്ടോ ആ ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന പോയിന്റുകളും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ കാണിക്കാം. 18 to 25 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 25 പോയിന്റ്സ് ആയിരിക്കും. ഇനി 25 to 33 ഇയേഴ്സിനുള്ളിലാണ് നമ്മുടെ പ്രായമെങ്കിൽ നമുക്ക് കിട്ടുന്നത് 30 പോയിന്റ്സ് ആയിരിക്കും. 33 to 40 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 25 പോയിന്റ്സ് ആയിരിക്കും. 40 to 45 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 15 പോയിന്റ്സ് ആയിരിക്കും. മോർ ദാൻ 45 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് പോയിന്റ് ഒന്നും ലഭിക്കത്തില്ല. 45 ഇയേഴ്സിന് മുകളിലുള്ള ആളുകളാണ് പെർമനന്റ് റെസിഡൻസിക്ക് ട്രൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഏജ് റിലേറ്റഡ് കാറ്റഗറിയിൽ അവർക്ക് പോയിന്റ്സ് ഒന്നും ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പെർമനന്റ് റെസിഡൻസി ഒന്നുകൂടെ ടഫ് ആയിരിക്കും. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. നമുക്കറിയാം ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള കുറെ അധികം ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. മെയിനായിട്ടും IELTS, PT, OET, TOEFL അങ്ങനെ കുറേയധികം ടെസ്റ്റുകളുണ്ട്. ഇതിൽ ഏതാണോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതിനൊരു മിനിമം സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ 491 എന്ന് പറയുന്ന വിസയ്ക്ക് എലിജിബിൾ ആകാൻ സാധിക്കത്തുള്ളൂ. IELTS ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ 6 സ്കോർ വേണം നമുക്ക്. അതുപോലെ തന്നെ PT ആണ് എഴുതുന്നതെങ്കിൽ നമുക്ക് 50 പോയിന്റ്സ് ആണ് ഈച്ച് കാറ്റഗറിയിൽ വേണ്ടത്. ഓർക്കുക, ഇതൊരു മിനിമം എലിജിബിലിറ്റി മാത്രമാണ് നമുക്ക് ഈ വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ നമ്മൾ പോയിന്റ് സിസ്റ്റത്തിലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഈ മിനിമം സ്കോറിന് നമുക്ക് പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും ലഭിക്കത്തില്ല. ഏജിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പോയിന്റ് സിസ്റ്റം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ സ്കോറിനെ അനുസരിച്ചിട്ടും ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോമ്പിറ്റന്റ് ഇംഗ്ലീഷ്, പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് ആൻഡ് സുപ്പീരിയർ ഇംഗ്ലീഷ്. കോമ്പിറ്റന്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതായത് IELTSന് ഇൻഡിവിജ്വൽ 6 സ്കോറും PTEക്ക് മിനിമം 50 ഇൻഡിവിജ്വൽ സ്കോറുമാണെങ്കിൽ അത് കോമ്പിറ്റന്റ് ഇംഗ്ലീഷ് ആണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് ആണ്. അതായത് ഇക്വലന്റ് ടു IELTS 7 സ്കോർ ആൻഡ് PTEക്ക് ആണെങ്കിൽ 65 ഈച്ച് മൊഡ്യൂളിൽ 65 പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് ആണ്. അതിന് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ്സ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്പീരിയർ ഇംഗ്ലീഷ് ആണ്. അതായത് IELTSന് ഓരോ മൊഡ്യൂളിനും 8 സ്കോർ, അതുപോലെ തന്നെ PTEക്ക് ആണെങ്കിൽ 79 ഓർ എബോവ് ആണ് സ്കോർ എങ്കിൽ അതിന് നമ്മൾ സുപ്പീരിയർ ഇംഗ്ലീഷ് എന്നാ പറയുക. ആ കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 പോയിന്റ്സ് ആയിരിക്കും. ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയുടെ ക്രൈറ്റീരിയ. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസിനെ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഓവർസീസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിന് രണ്ടിന്റെയും പോയിന്റ് സിസ്റ്റം ഡിഫറെന്റ് ആണ്. നമുക്ക് ആദ്യമേ ഓവർസീസ് എക്സ്പീരിയൻസ് പറയാം. കൂടുതലും ഈ 491 വിസ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ GCC കൺട്രീസിൽ നിന്ന് വന്നേക്കുന്നവരോ UK എന്നുള്ളവരോ ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഓസ്ട്രേലിയക്ക് വെളിയിലുള്ള ഏത് രാജ്യത്തെ ആണെങ്കിലും എക്സ്പീരിയൻസിന് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പോയിന്റ് സിസ്റ്റം ആണുള്ളത്. അപ്പൊ നമുക്ക് അത് ആദ്യമേ നോക്കാം. 3 വർഷമോ അതിൽ താഴെയോ ഉള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് പോയിന്റ് ഒന്നും കിട്ടുന്നില്ല, 0 പോയിന്റ്സ് ആയിരിക്കും. 3 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5 പോയിന്റ്സ് ആയിരിക്കും. 5 years to 8 years ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന 10
ഇയേഴ്സ് ആയിരിക്കാം. ഇനി 8 ഇയേഴ്സിന് മുകളിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 15 പോയിന്റ്സ് ആണ്. അതായത് നമുക്ക് ഈ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയയിൽ കിട്ടുന്ന മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 5 പോയിന്റ്സും മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 15 പോയിന്റ്സും ആണ്. ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന പോയിന്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. കൂടുതലും സ്റ്റുഡന്റ് വിസയിൽ വന്നേക്കുന്നവർ അല്ലെങ്കിൽ 482 വിസയിൽ എംപ്ലോയർ സ്പോൺസേഡ് വിസയിൽ വന്ന് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഈ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഓസ്ട്രേലിയയിൽ വന്നേക്കുന്നത് 1 ഇയറിൽ താഴെയുള്ള എക്സ്പീരിയൻസിന് നമുക്ക് 0 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. 1 ഇയേഴ്സ് ടു 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിന് നമുക്ക് കിട്ടുന്നത് 5 പോയിന്റ്സ് ആണ്. 3 ഇയേഴ്സ് ടു 5 ഇയേഴ്സിന് കിട്ടുന്നത് 10 പോയിന്റ്സ് ആണ്. ദെൻ 5 ഇയേഴ്സ് ടു 8 ഇയേഴ്സിന് കിട്ടുന്നത് 15 പോയിന്റ്സ് ആണ്. ദെൻ 8 ഇയേഴ്സ് എബോവ് എത്ര ഇയേഴ്സ് ആണെങ്കിലും അവർക്ക് കിട്ടുന്നത് 20 പോയിന്റ്സ് ആണ്. അപ്പോൾ നോക്കുക, നമുക്ക് ഓവർസീസ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസിന് നമുക്ക് കിട്ടുന്ന മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ആണ്. എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു പ്രൊഫഷനിലുള്ള സ്കിൽ അസസ്മെന്റ് ആണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ആ പർട്ടിക്കുലർ മേഖലയിലുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു എഞ്ചിനീയർ ആയിട്ട് തന്നെ അയാൾക്ക് എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട് അതാണ് അയാളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടത്തുള്ളൂ. അതായത് വേറെ ഏത് HR ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സെക്ടറിലോ മാനേജ്മെന്റ് സെക്ടറിലോ അയാൾ ചെയ്ത് വേറെ ഒരു എക്സ്പീരിയൻസും നമുക്കിവിടെ ബെനിഫിറ്റ് ഉണ്ടാക്കത്തില്ല. ഏത് പർട്ടിക്കുലർ സ്കിൽ അസസ്മെന്റ് ആണോ ചെയ്തത് ആ ഒരു ക്രൈറ്റീരിയയിലുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്കിവിടെ കൂട്ടുന്നത്. അഡീഷണലി ഒരു കാര്യം ഞാൻ ഓർത്തപ്പോൾ ആഡ് ചെയ്യുകയാണ്. ഞാൻ നാട്ടിലെ കുറച്ച് നാള് ട്യൂട്ടർ നേഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സ്കിൽ അസസ്മെന്റ് ചെയ്ത സമയത്ത് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ അതോ ഈ നേഴ്സിംഗ് ഇൻസ്ട്രക്ടർ എന്നുള്ള കാറ്റഗറി കൗണ്ട് ചെയ്യുമോ എന്നൊക്കെ. എനിവേ നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്ത് ഒപ്പം തന്നെ നമുക്ക് നേഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടെ അവർ സ്കിൽ അസസ്മെന്റ് സമയത്ത് കൗണ്ട് ചെയ്തിരുന്നു. അപ്പം ഒരുപാട് ആളുകൾ നാട്ടിൽ ഇങ്ങനെ നേഴ്സിംഗ് ട്യൂട്ടേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം. സോ എൻ്റെ കേസിൽ അത് കൗണ്ട് ചെയ്തിരുന്നു. ഇനി നമ്മുടെ 4ാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനാണ്. ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും പോയിന്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. സ്കിൽ അസസ്മെന്റ് ബോഡിയാണ് നമുക്ക് നിലവിലുള്ള മനസ്സിലായി നമ്മുടെ ക്വാളിഫിക്കേഷനെ ഓസ്ട്രേലിയന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് സ്കിൽ അസസ്മെന്റ് ബോഡിയാണ്. സോ അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്ക് ഒരു 10 ലെവൽസ് ഉണ്ട്. ലെവൽ 1 മുതൽ ലെവൽ 10 വരെയുള്ള ലെവൽസ് ആയിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലെവൽ 1 എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് 1 പോലെയുള്ള കോഴ്സുകളാണ്. അതുപോലെ തന്നെ ലെവൽ 10 എന്ന് പറയുന്നത് ഡോക്ടറേറ്റ് ആണ്. നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ വരുന്നത് ലെവൽ 7 ആണ്. അപ്പം നമുക്ക് ഈ ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 15 ആണ്. ഡോക്ടറേറ്റ് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഡിപ്ലോമ പോലെയുള്ള കോഴ്സുകൾക്ക് കിട്ടുന്നത് 10 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പം ഒരു ഡൗട്ട് ഉണ്ടാകാം, നമുക്കിപ്പം എനിക്ക് ഡിപ്ലോമ ഉണ്ട്, ബാച്ചിലേഴ്സ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഓർക്കാം, നമുക്ക് ഇപ്പം ഡിപ്ലോമയും മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈ 3 എണ്ണത്തിന്റെയും പോയിന്റ് നമുക്ക് ഇൻഡിവിജ്വലി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഹയസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതാണോ അതിന്റെ സ്കോർ മാത്രമാണ് കണക്കൂട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒരേ കാറ്റഗറി തന്നെയാണ് വരുന്നത്. മാസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അഡീഷണൽ പോയിന്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ 15 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. നമ്മൾ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയയിൽ പഠിച്ച ആളുകൾക്കും പോയിന്റ് സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്. ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും 2 വർഷത്തിന്റെ ഒരു കോഴ്സ്, അത് ഒന്നിച്ച് 2 വർഷത്തെ ഒരു കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ വർഷം വീതമുള്ള സെപ്പറേറ്റ് 1 ഇയർ വീതമുള്ള കോഴ്സ് ചെയ്തവരാണെങ്കിലും അവർക്ക് 5 പോയിന്റ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റീജിയണൽ ഏരിയയിൽ പഠിച്ച ആളുകൾക്കും ഒരു 5 പോയിന്റ് കിട്ടുന്നുണ്ട്. ഇതാണ് ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ് സിസ്റ്റം. ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർ സ്കിൽസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പാർട്ട്ണർ സ്കിൽസിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കും, അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്ത് പോയിന്റ് ഒന്നും കിട്ടുന്നില്ലെന്ന്. ഈ 491 വിസയുടെ ഒരു വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് 10 പോയിന്റ് കിട്ടുന്നുണ്ട്. ഇനി മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പാർട്ട്ണറുടെ സ്കിൽ അസസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്കിൽ അസസ്മെന്റ് ലിസ്റ്റിലുള്ള ഒരു പ്രൊഫഷൻ ആണ് എങ്കിൽ അതിന്റെ പോയിന്റും അവർക്ക് ലഭിക്കും. അതുപോലൊപ്പം തന്നെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിന്റെയും പോയിന്റ് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 10 പോയിന്റ് കിട്ടും. ഇനി അവര് സ്കിൽ അസസ്മെന്റ് ലിസ്റ്റിലുള്ള ആളുകളല്ല, അവർക്ക് ഇംഗ്ലീഷ് കോമ്പിറ്റൻസി മാത്രമേ ഉള്ളൂ എങ്കിൽ അവർക്ക് 5 പോയിന്റിന് എലിജിബിൾ ആകും. ഈ 491 വിസയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന റീജിയൻ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ടെറിട്ടറി നമുക്കൊരു 15 പോയിന്റ്സ് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതാണ്. 491 വിസയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 65 പോയിന്റ്സ് ആണ്. ഒരു കാൻഡിഡേറ്റിന്റെ പോയിന്റ്സുകൾ അയാളുടെ ഏജും എക്സ്പീരിയൻസും എല്ലാം കൂടെ കൂട്ടിയിട്ടും അയാൾക്ക് 50 പോയിന്റ്സ് വരെ എത്തുന്നുള്ളൂ എങ്കിലും അയാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അയാൾ എലിജിബിൾ ആകാൻ പറ്റും. കാരണം സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറി സ്പോൺസർ ചെയ്യുന്ന 15 പോയിന്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ അയാൾക്ക് 65 പോയിന്റ്സ് ആയി. ഇനി നമുക്ക് മീൻസ് ലൈക്ക് എക്സ്പീരിയൻസും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് 65 പോയിന്റ്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് തരുന്ന 15 പോയിന്റ്സും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എത്ര പോയിന്റ് ആയി? 80 പോയിന്റ്സ് ആയി. അപ്പം നമ്മുടെ ആ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ക്യൂവിൽ നമ്മുടെ ലൈക്ക് റാങ്കിങ് ഒന്നും കൂടെ മുന്നോട്ട് ചെല്ലാണ്. ഇതെല്ലാം ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം തന്നെയാണ്. അപ്പം നമുക്ക് എത്രത്തോളം നമുക്ക് കൂടുതൽ പോയിന്റ് ഉണ്ടോ അത്രയും നമുക്ക് ഇത് ലൈക്ക് നോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്രൈറ്റീരിയ, 6ാമത്തെ ക്രൈറ്റീരിയ ആണ്. അത്ര പോപ്പുലർ ആയിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒന്നാണ് നാറ്റി എന്നാണ്. അത് നാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ അക്രഡിറ്റേഷൻ അതോറിറ്റി ഫോർ ഇന്റർപ്രറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നാണ്. ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റഡ് ആണ് എങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 5 പോയിന്റ്സും കൂടെ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള പോയിന്റ് സിസ്റ്റത്തിന്റെ ക്രൈറ്റീരിയ. ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് വേണ്ട പോയിന്റുകൾ കിട്ടുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരു പോയിന്റ് സിസ്റ്റം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ട് എന്നുള്ളതിനെ നമുക്ക് കാൽക്കുലേറ്റ്, നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലാവും നിങ്ങൾ ഈ 491 വിസയ്ക്ക് എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആക്ച്വലി 491 വിസയെ കുറിച്ച് ഇനിയും കുറേയേറെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ നമ്മുടെ അടുത്ത വീഡിയോയിൽ 491 വിസയുടെ എക്സ്പെൻസ് എങ്ങനെയാണ്, ഓൺഷോർ ആയിട്ടും ഓഫ് ഷോർ ആയിട്ടും അപ്ലൈ ചെയ്യുന്ന രീതികൾ, ഇതിൻ്റെ ബെനഫിറ്റ്സ്, ഡ്രോബാക്സ്, പിന്നെ ഈ വിസയുടെ പ്രോസസ്സിങ് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഈ വിസയുടെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടൻസ് നിങ്ങൾ അവെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയാമെങ്കിൽ, എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻഫർമേഷൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അതും അവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.